Welcome to my classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് തിയറത്തിന്റെ അടുത്തൊരു ആപ്ലിക്കേഷൻ ആണ്. രണ്ട് ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടു, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരു പ്ലെയിൻ ഷീറ്റിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു സ്പിയറിന്റെ കേസാണ്. ഒരു സ്പിയറിന് അഥവാ ഒരു ക്രിക്കറ്റ് ബോൾ നമ്മൾ എടുത്താൽ അതിന് ചുറ്റുമാണ് ഇലക്ട്രിക് ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന് അടുത്ത് ഉള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ നമ്പർ 3, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ. ഒരു സ്പെറിക്കൽ ഷെല്ലാണ് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത്. ഈ ഡെറിവേഷനിലും നമ്മൾ ഫസ്റ്റ് ഡയഗ്രം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. സോ ദിസ് ഈസ് ദ സ്പിയർ, സെന്റർ ബി ഒ ആൻഡ് ക്യാപിറ്റൽ ആർ ബി ദ റേഡിയസ് ഓഫ് ദ സ്പിയർ. ഇവിടെ ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്പിയറിനെ ചാർജ് ചെയ്യുമ്പോൾ ആ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ സർഫസ് ഡ്യൂ ടു റിപ്പൽഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എടുക്കുന്നത്, ഇവിടെ നമ്മൾക്ക് ഈ ഒരു ഡെറിവേഷൻ പോകുന്നത് 3 സ്റ്റേജസിലൂടെയാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പോയിന്റ് ഔട്ട്സൈഡ് ആണെങ്കിൽ ഒരു കേസ്, പോയിന്റ് ഓൺ ദ സ്പിയർ ആണെങ്കിൽ അടുത്ത കേസ്, പോയിന്റ് ഈസ് ഇൻസൈഡ് ദ സ്പിയർ ആണെങ്കിൽ അടുത്ത കേസ്. അഥവാ ഇലക്ട്രിക് ഫീൽഡ് 3 സ്ഥലത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഔട്ട്സൈഡ് പോയിന്റ്, ഓൺ ദ സ്പിയർ ആൻഡ് ഇൻസൈഡ് ദ സ്പിയർ. 3 പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറ്റ് എ പോയിന്റ് പി ഔട്ട്സൈഡ് ദ ഷെൽ. ഈ ഷെല്ലിന് ഔട്ട്സൈഡ് ആയിട്ടൊരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഗോഷ്യൻ സർഫസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ആർ ആണ് ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ്, അഥവാ പിയിലേക്കുള്ള ദൂരമാണ് ആർ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു സ്മോൾ സർഫസ് ആണ് ഡി എസ് എന്ന് വിളിക്കുന്നത്. ഡി എസ് എന്ന് പറയുന്നത് നോർമൽ ഏരിയ വെക്ടർ ആണ്. ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ നോർമൽ ടു ദ സർഫസ് ആണ്. ഇറ്റ് ഈസ് സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലായി ഇലക്ട്രിക് ഫീൽഡ് ഇയും ഡി എസും സെയിം ഡയറക്ഷനിലാണെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ എന്തുണ്ട്? ഫ്ലക്സ് ഉണ്ട്. ഈ ഒരു ഡി എസ് എന്ന് പറയുന്നത് ആ സ്പിയറിന്റെ ഏത് ഭാഗത്ത് വന്നാലും, ഔട്ട്സൈഡ് സ്പിയർ ഗോഷ്യൻ സർഫസിന്റെ ഏത് ഭാഗത്ത് വന്നാലും ഡി എസ് ആൻഡ് ഇ ആർ പാരലൽ ടു ഈച്ച് അതർ. സോ ആ ഒരു സിമെട്രി കൊണ്ടാണ് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഒരു ഗോഷ്യൻ സർഫസ് സ്പെറിക്കൽ ഷേപ്പിൽ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരേ രീതിയിലാണ് ഡെറിവേഷൻ കൊണ്ടുപോകുന്നത് ആപ്ലിക്കേഷൻ. ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് ഗോഷ്യൻ സർഫസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും അല്ലേ? ഡെറിവേഷന്റെ ഫസ്റ്റ് സ്റ്റേജ്. അടുത്ത എന്താണ്? സ്റ്റെപ്പ് നമ്പർ 2 എന്താണ്? യെസ്, ഗോഷ്യൻ ഒരു ഫ്ലക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും ബൈ ഡെഫിനിഷൻ. തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഏത് വഴി? ബൈ ഗോസസ് തിയറം. ഈ 3 സ്റ്റേജിലൂടെയാണ് നമ്മൾ ഡെറിവേഷൻ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, കൺസ്ട്രക്ട് ദ ഡയഗ്രാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രം ഡെഫിനിഷൻ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു അറിയാം ഇ ഡോട്ട് ഡി എസ് ആണ്. അടുത്ത നമ്മൾ പറഞ്ഞു സെയിം ഫ്ലക്സ് ബൈ ഏതാണ്? ഗോസസ് തിയറം. ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഗോസസ് തിയറം അനുസരിച്ച് നമുക്ക് കിട്ടി. സോ ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2 ഫൈ ആണ് എൽ എച്ച് എസ്. സോ ആർ എച്ച് എസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ഏതാണ്? ഇന്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ആണ് നമുക്ക് വേണ്ടത്. ആരുടെ? ഗോഷ്യൻ സർഫസിന്റെ ടോട്ടൽ സർഫസ്. സ്മോൾ ലെറ്റർ ആർ റേഡിയസ് ആയിട്ടുള്ള ഗോഷ്യൻ സർഫസിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, ദാറ്റ് ഈസ് 4πr². മനസ്സിലായി? സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വന്നു? ഇ ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? ടൈറ്റിൽ നോക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. സോ ആ ഇക്വേഷൻ ആണ് ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 r² എടുക്കുക. ഇനി നമുക്കറിയാം ക്യൂ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടില്ല. ക്യൂ അല്ല നമ്മുടെയിലുള്ള സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സിഗ്മയാണ്. സോ അല്ലെ, ക്യൂ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ സർഫസ് എന്നാണ് പറയുന്നത്. സോ ക്യൂ പെർ ഏരിയയാണ് നമ്മുടെ കയ്യിലുള്ളത്. ദാറ്റ് ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ ഈസ് ഈക്വൽ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി. സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എസ്. അവിടെ നിന്ന് നമുക്ക് ക്യൂവിന്റെ വാല്യൂ കിട്ടി സിഗ്മ ഇൻറ്റു എസ്. എസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? യെസ്, സിഗ്മ ഈസ് ഈക്വൽ ടു 4πr². അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടെ നമുക്ക് മോഡിഫൈ ചെയ്യാം. ക്യൂവിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഫൈനൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ r² ബൈ എപ്സിലോൺ 0 സ്മോൾ r².
സോ ഡയഗ്രത്തിൽ നമുക്ക് സ്മോൾ ആർ എന്താണ്, ക്യാപിറ്റൽ ആർ എന്താണെന്ന് കിട്ടി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് ആണ് പോയിന്റ് പി എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. ഏതായിരുന്നു? അറ്റ് എ പോയിന്റ് എ ഓൺ ദ സർഫസ് ഓഫ് ദ ഷെൽ. സർഫസിന്റെ മുകളിലാണ് പോയിന്റ് വരുന്നതെങ്കിൽ ഡയഗ്രം എങ്ങനെ വരും? പോയിന്റ് വന്നു, ഡി എസ്, ഇവിടെയും ഡി എസും ഇയും പെർപെൻഡിക്കുലർ ആണ്. ഇവിടുത്തെ ഫസ്റ്റ് നിങ്ങൾക്ക് ഡയഗ്രം നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ട്, റേഡിയസ് രണ്ടിൻ്റെയും സെയിം ആണ് അല്ലേ? ഹോളോ സ്പിയർ, ചാർജ്ഡ് സ്പിയറിൻ്റെയും ഗോഷ്യൻ സർഫസിൻ്റെയും റേഡിയസ് സെയിം ആണ്. അപ്പോൾ ഗോഷ്യൻ സർഫസ് ഏതിൻ്റെ മേളിൽ കൂടെ വരും? ആ സ്പിയറിൻ്റെ സെയിം സൈസിൽ വരും. അപ്പോൾ ഇവിടെയും നമ്മൾ ഇ ആൻഡ് ഡി എസ് ആർ സെയിം ഡയറക്ഷൻ ആണ്, പാരലൽ ടു ഈച്ച് അതർ ആണ്. സോ നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഡെറിവേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗോസസ് തിയറം അനുസരിച്ച് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്മൾ കൊണ്ടുവന്നു. ഫൈയുടെ ഇക്വേഷൻ നമ്മൾ എടുത്തു, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക, സെയിം പ്രൊസീജിയർ പോകുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πε0 ആർ സ്ക്വയർ. സിൻസ് ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഫൈനൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0 വന്നു. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ spherical shell at a point on the surface of the shell is maximum. അപ്പോൾ സർഫസിൻ്റെ മേളിലാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യും. ഫൈനൽ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0 നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പോയിന്റ് ഇൻസൈഡ് ദ സ്പിയർ ആണ്. പോയിന്റ് എന്ന് പറയുന്ന ഷെല്ലിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡയഗ്രാം പോയിന്റ് ബി കണ്ടോ, ഇൻസൈഡ് ദ സ്പിയർ. അപ്പോൾ ഗോഷ്യൻ സർഫസ് നമ്മൾ എവിടെ കൺസിഡർ ചെയ്യണം? ഗോഷ്യൻ സർഫസ് ഇൻസൈഡ് ദ സ്പിയർ വരും. സോ ഇതാണ് നമ്മുടെ ഡയഗ്രാം വരുന്നത്. ആർ ഡാഷ് എന്ന് പറയുന്നതാണ് ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ്. സോ ഇലക്ട്രിക് ഫീൽഡും ഡി എസും പാരലൽ ടു ഈച്ച് അതർ ആണ്. ബാക്കി ഡയഗ്രാം അതുപോലെ തന്നെ വന്നു. ദെൻ ഫസ്റ്റ് ഇക്വേഷൻ ബൈ ഡെഫിനിഷൻ ഫൈ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ by Gauss's theorem phi is equal to equation. രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ we have phi is equal to ഈ ഇന്റഗ്രൽ ഡി എസ് ക്യൂ ബൈ ε0 വന്നു. ഇക്വേറ്റ് ചെയ്ത് 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇന്റഗ്രൽ ഡി എസിന്റെ വാല്യൂ ഏതാണ്? ഗോഷ്യൻ സർഫസിന്റെ ഏരിയ വേണം നമ്മൾ എടുക്കാൻ. അതിന്റെ ആർ ഡാഷ് ആണ് റേഡിയസ്. സോ ഇ ഇൻറ്റു 4π ആർ ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ε0. ഇവിടെ ഈസ് ഈക്വൽ ടു ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? ക്യൂ ഗോഷ്യൻ സർഫസിൽ ഒരു ക്യൂ പോലും ഇൻക്ലൂഡ് ചെയ്തല്ല, അല്ലെങ്കിൽ ഒരു ക്യൂ പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഗോഷ്യൻ സർഫസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ചാർജ്, അല്ലെങ്കിൽ ഗോഷ്യൻ സർഫസ് ഡസ് നോട്ട് എൻക്ലോസസ് എനി ചാർജ്. സോ ക്യൂ ഈസ് ഈക്വൽ ടു 0 ആണ്. ക്യൂ മുഴുവൻ എവിടെ ആയിരിക്കുന്നത്? ഗോഷ്യൻ സർഫസിന്റെ ഔട്ട്സൈഡ് ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ക്യൂവിൻ്റെ വാല്യൂ 0 ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0. ഈയുടെ വാല്യൂ എത്ര കിട്ടി? ഇൻസൈഡ് എ ഹോളോ സ്പിയർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ തേർഡ് കേസ് എന്ന് പറയുന്നത്. സോ ദിസ് പ്രോപ്പർട്ടി ഇ ഈസ് ഈക്വൽ ടു 0 ഇൻസൈഡ് എ ക്യാവിറ്റി ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. നമ്മൾ അതിനെ ഡീപ്പായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് നമ്മൾ പഠിക്കുന്നുണ്ട് കാര്യമായിട്ട്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. സോ ദിസ് ഈസ് എ ഡെറിവേഷൻ. 3 സ്റ്റേജ് ആയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് സ്പിയറിന്റെ ഔട്ട്സൈഡ് പോയിന്റ്. സെക്കൻഡ് സ്റ്റേജ് സ്പിയറിന്റെ സർഫസിന്റെ മേളിൽ, ഓൺ ദ സർഫസ് ഓഫ് ദ സ്പിയർ. തേർഡ് കേസ് ഈസ് ഇൻസൈഡ് ദ സ്പിയർ. സോ ഇൻസൈഡ് ദ സ്പിയർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0. ഇതിൽ നിന്നും നമ്മളൊരു ഗ്രാഫിലേക്കൊരു ഇത് മൂന്നും കൂടെ ഒരു കോറിലേറ്റ് ചെയ്തൊരു ഗ്രാഫ് നമ്മൾ ഡ്രോ ചെയ്യുവാണ്. ആർ എന്ന് പറയുന്നത് ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് ആണ്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇ വേഴ്സസ് ആർ. ആർ എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് സ്പിയറിന്റെ റേഡിയസ് അല്ല, യെസ്, ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് ആണ്. അത് വേരിയബിൾ ആണ്, മറ്റത് കോൺസ്റ്റന്റ് ആണ് അല്ലേ? സോ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഷേപ്പ് ഇതാണ്. ഈ മാക്സിമം വരുന്നത് എവിടെയാണ്? ആറിൻ്റെ വെച്ചാൽ ഓൺ ദ സർഫസ് ഓഫ് ദ സ്പിയർ ആണ് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം വരുന്നത്. സർഫസിന്റെ സ്പിയറിന്റെ മേളിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഓൺ ദ സർഫസ് ഓഫ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ മാക്സിമം വരുന്നത്. സോ സ്പിയർ ഇങ്ങനെ ഇതാണ് നമ്മുടെ സ്പിയർ എന്ന് വിചാരിക്കുക. അപ്പം 0 സെന്റർ ആണ്. ആർ എന്ന് പറയുന്ന അതിന്റെ റേഡിയസ് ആണ്. അതിന്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 0. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആണ്. ഗ്രാഫ് അവിടെ ഇല്ല. ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആർ മുതലേ ഉള്ളൂ. ക്യാപിറ്റൽ ആർ മുതലാണ് ഗ്രാഫ് വരുന്നത്. സോ ദിസ് ഇസ് ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്, ഇ വേഴ്സസ് ആർ. സോ ദിസ് ഇസ് അവർ ടോപ്പിക്. താങ്ക് യു.